ഗസയെ ചുട്ടരിക്കാൻ കൂട്ടുനിന്നവർ, ഗസയിൽ മനുഷ്യക്കുരുതിക്കും വംശഹത്യയ്ക്കും കൂട്ടുനിന്നവരും അതിനു പിന്നിലുള്ള യഥാർത്ഥ ശക്തികൾ. ലോസ് ആഞ്ചലോസിൽ കാട്ടുതീ പടരുകയാണ്. വലിയ സമ്പന്ന സംവിധാനങ്ങളുള്ള രാജ്യമായിട്ടും കാട്ടുതീ അവർക്ക് തടയാൻ കഴിയുന്നില്ല. കാട്ടുതീ പോലെ കാട്ടുതീ പടർന്നു കയറുകയാണ്. ആളുകൾ മരിക്കുന്നു, വീട് വിട്ട് ഓടിപ്പോകേണ്ടി വരുന്നു, ശ്വസിക്കാൻ ശുദ്ധവായു പോലും കിട്ടാത്ത അവസ്ഥ. ഗസയിൽ പട്ടിണിപ്പാവങ്ങളെ കൂട്ടക്കുരുതി ചെയ്ത, ഗസയിൽ വംശഹത്യ നടത്തിയ ഇസ്രായേലിന് ആയുധവും പണവും സംവിധാനങ്ങളും നൽകിയിട്ടും മതിയാകാത്ത അമേരിക്ക ഇപ്പോൾ കാട്ടുതീ മൂലം പ്രതിസന്ധി അനുഭവിക്കുകയാണ്. ലോസ് ആഞ്ചലോസിനും മറ്റും ട്രാഫിക് ജാമുകളും വലിയ തരത്തിലുള്ള അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പലരും കഷ്ടിച്ചാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഏതായാലും ലോസ് ആഞ്ചലോസിലെ കാട്ടുതീ വലിയ തരത്തിലുള്ളൊരു ദൃഷ്ടാന്തമാണ് നൽകുന്നത്. നാം മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ, നാം മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ ഇല്ലാതാക്കുകയും മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ തകർത്തെറിയുന്ന പ്രവണതകളുമായി മുന്നോട്ട് പോകുമ്പോഴും ആരും വിചാരിക്കുന്നില്ല തങ്ങൾക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്ന് ഭവിക്കുമെന്ന്. ഗസയെ ഉഴുതുമറിച്ച് അവിടുത്തെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവിടുത്തെ കെട്ടിടങ്ങൾ പോലും തച്ചുടച്ച, സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 50,000-ൽ പരം ഗസ നിവാസികളെ കൊന്നൊടുക്കിയ ഇസ്രായേലിന് ആയുധവും പണവും സംവിധാനങ്ങളും അനുമതിയും എല്ലാ വംശഹത്യയ്ക്കും കൂട്ടുനിൽക്കുകയും ചെയ്ത അമേരിക്ക ഇപ്പോൾ കാട്ടുതീ മൂലം കഷ്ടപ്പെടുന്നു. ഒരാൾ പോലും ദുരന്തങ്ങളിൽ, പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങളായാലും യുദ്ധമായാലും മരിക്കുന്ന അവസ്ഥ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. മനസ്സാക്ഷിയുള്ളവർക്ക് ലോസ് ആഞ്ചലോസിലെ തീപിടുത്തവും ദുഃഖകരം തന്നെയാണ്. എങ്കിലും ഗസയെ കത്തിച്ച് കൊന്നൊടുക്കാൻ പോയ അമേരിക്കയിലേക്കും എത്തി കാട്ടുതീയുടെ ആ ഒരു പ്രഭാവം. എല്ലാം ദൃഷ്ടാന്തമാണ്, നിമിത്തമാണ്.